നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. അക്ഷരാർത്ഥത്തിൽ പേമാരി തന്നെ. രാത്രി പെയ്ത മഴയിൽ പല സ്ഥലങ്ങളിലും നാശനഷ്ടം. വരുന്ന 4 ദിവസങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറയുന്നു. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം. ഇന്നലെ രാത്രി പെയ്തു തുടങ്ങിയ തീവ്രമഴ ഇപ്പോഴും തുടരുന്നു. മരം വീണ് നെല്ലിയാമ്പതിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സാധാരണ വർഷങ്ങളിലേക്കാൾ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നു ഈ കാലവർഷക്കാലത്ത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തിറങ്ങുന്നത്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത തുടരുന്നു. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട്. ജൂൺ 1 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പുകൾ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ അതീവ ജാഗ്രത തുടരുന്നു. ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. തവിഞ്ഞാൽ, തൊണ്ടാർനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കനത്ത മഴ. വൈത്തിരി, ചൂരൽമല, പുത്തുമല പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തിറങ്ങുന്നത്. തവിഞ്ഞാൽ, പൊഴുതിന, മുട്ടിൽ, തരിയോട്, മേപ്പാടി പഞ്ചായത്തുകളിൽ അധികൃതർ കൺട്രോൾ റൂമുകൾ തുറന്നു കഴിഞ്ഞു. മഴ ശക്തമായി തുടരുകയാണെങ്കിൽ അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവരെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി താമസിപ്പിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുന്നു. ക്വാറികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിരോധിച്ചു. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. അപകടത്തിൽപ്പെട്ടത് ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്. ചെറുതുരുത്തിയിൽ വെച്ചാണ് മരം ട്രെയിനിന് മുകളിൽ വീണത്. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു അപകടം. തുടർന്ന് മണിക്കൂറുകളോളം ട്രെയിൻ നിർത്തിയിട്ടു. മരം അധികൃതർ എത്തി മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ലോക്കോ പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയ അപകടമാണ് ഒഴിവായത്. മരം വീഴുന്നത് കണ്ട് ട്രെയിനിന്റെ വേഗത ലോക്കോ പൈലറ്റ് കുറയ്ക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റില്ല. മരത്തിന്റെ ചില്ലകളാണ് ട്രെയിനിന് മുകളിൽ വീണത്. ഇതും വലിയ അപകടം ഒഴിവാക്കി. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് സംസ്ഥാനത്ത് 3950 ക്യാമ്പുകൾ തുടങ്ങും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ കളക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ച് മന്ത്രി കെ രാജൻ സ്ഥിതിഗതികൾ വിലയിരുത്തി. 2 ക്യാമ്പുകൾ ഇതിനകം ആരംഭിച്ചു. ദുരന്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകളിലെയും ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ പ്രത്യേകം വിലയിരുത്തി. ദുരന്തമുണ്ടായാൽ എവിടേക്ക് എത്ര പേരെ മാറ്റിപ്പാർപ്പിക്കണം എന്ന കണക്കുകളും തയ്യാറാക്കി. പ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. 3950 ക്യാമ്പുകളിൽ 5,29,539 പേരെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയും. പകർച്ചരോഗങ്ങളുടെ സാഹചര്യത്തിൽ ക്യാമ്പുകളിൽ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും. അരുമമൃഗങ്ങളെ കൊണ്ടുവന്നാൽ മറ്റൊരിടത്ത് പാർപ്പിക്കും. ക്യാമ്പുകളിൽ റവന്യൂ വകുപ്പിന്റെയും തദ്ദേശ ഭരണ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ നേതൃത്വം വഹിക്കും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഓരോ കളക്ടർമാർക്കും ഓരോ കോടി രൂപ വീതം അടിയന്തരമായി അനുവദിച്ചു. ഉപകരണങ്ങൾ വാങ്ങാനാണ് ഈ തുക. ക്യാമ്പുകളുടെ ഒരുക്കങ്ങൾക്ക് ഈ തുക ഇപ്പോൾ കളക്ടർമാർക്ക് ഉപയോഗിക്കാം. 1 കോടി രൂപയിൽ 25 ലക്ഷം രൂപ വരെ ഇപ്പോൾ എടുത്തുപയോഗിക്കാൻ അനുമതിയും നൽകി. ദുരന്ത നിവാരണ വകുപ്പിന്റെ കീഴിൽ പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വീതവും, മുനിസിപ്പാലിറ്റികൾക്ക് 3 ലക്ഷം രൂപ വീതവും, കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വീതവും ഇപ്പോൾ അനുവദിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, ആപ്ത മിത്ര സംഘങ്ങൾ എന്നിവ സജ്ജമായി നിൽക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 സംഘം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നു. ജൂൺ 1 7 സംഘങ്ങൾ കേരളത്തിലെത്തും. ഇൻഡോ ടിബറ്റൻ ബറ്റാലിയൻ ഫോഴ്സും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുപ്പുകളുമായി നിൽക്കുന്നു. CRPFന്റെ സേവനം ലഭ്യമാണ് എന്ന് കേന്ദ്രം അറിയിച്ചു. ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള കോളനികളിലും പ്രത്യേക പ്രദേശങ്ങളിലുമൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാനുള്ള സൗകര്യങ്ങൾ ഭക്ഷ്യവകുപ്പ് ഏകോപനത്തിലൂടെ തുടങ്ങി. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രയാസമുള്ള സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും സ്തംഭനാവസ്ഥയുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ സന്ദേശങ്ങൾ കൈമാറിയാൽ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു.
ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകളിലൂടെയോ ഫോണുകളിലൂടെയോ അതത് സമയങ്ങളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾക്ക് കൈമാറും. റവന്യൂ വിഭാഗത്തിലടക്കം ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും ജൂൺ 2 വരെ അവധിയെടുക്കരുത് എന്നറിയിച്ചു കഴിഞ്ഞു. ശക്തമായ ഒരുക്കങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങി എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ തൂത്തൻപാറയിലേക്കുള്ള വഴിയിലാണ് മരം വീണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. ഇന്നലെ പകൽ പെയ്ത ശക്തമായ മഴയിൽ മരം കടപുഴകി വീണു. തൂത്തൻപാറ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിക്കാനായി എത്തിയ 5 അംഗ സംഘം വനമേഖലയിലെ വഴിയിൽ കുടുങ്ങി. വനം വകുപ്പ് പിന്നീട് ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. കോഴിക്കോട് നിർത്തിയിട്ട കാറിന് മുകളിൽ മതിൽ ഇടിച്ചു വീണു. മാവൂർ പൈപ്പ് ലൈൻ ജംഗ്ഷന് സമീപം ഓഡിറ്റോറിയത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന് മുകളിലേക്കാണ് മതിൽ ഇടിച്ചു വീണത്. പാലക്കാട് പത്തിരിപ്പാലയിൽ ബസ്സിന് മുകളിൽ മരം കടപുഴകി വീണു. മലപ്പുറം മുസിയാരങ്ങാടി സംസ്ഥാന പാതയിൽ മഴയിലും കാറ്റിലും കാറിന് മുകളിൽ മരം വീണു. ഗതാഗതം ഈ മേഖലയിൽ തടസ്സപ്പെട്ടു. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിലെ മുറിഞ്ഞപുഴയ്ക്ക് സമീപമുള്ള റോഡിലേക്കാണ് കൂറ്റൻ കല്ലുകൾ പതിച്ചത്. അതിശക്തമായി പെയ്തിറങ്ങുന്ന മഴയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. കാലവർഷം 16 വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഇത്രയധികം നേരത്തെ എത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.